പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്നും ഒരു വില്ലനാണ്. ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഇന്ന് പ്രമേഹ രോഗം കണ്ടുവരുന്നുണ്ട്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളില്ലാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗത്തെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിച്ചെടുക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡയറ്റ്, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും, രണ്ട് എക്സസൈസ്. മുതിർന്നവരിൽ ഇന്ന് അധികം കാണപ്പെടുന്ന ഒരു പ്രമേഹ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹ രോഗം. അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി കൊണ്ടുള്ള ഒരു പ്രമേഹ രോഗവും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഇരുന്നുള്ള ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണ് അധികവും. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസുകളൊക്കെ ഒരുപാട് കുറവാണ്. അത്തരം ആളുകളിലൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കഷൻ നടത്തുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രമേഹം അഥവാ ഡയബറ്റിസ് എന്നും ഒരു വില്ലനാണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളില്ലാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗത്തെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിച്ചെടുക്കാൻ പറ്റും. ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഇന്ന് പ്രമേഹ രോഗം കണ്ടുവരുന്നുണ്ട്. കാരണം ഇന്നത്തെ OPകളിലൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം ആളുകളിലൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കഷൻ നടത്തുന്നത്. നിങ്ങൾ പ്രമേഹ രോഗം കണ്ടെത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുക. ആ HbA1cയുടെ ലെവൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. കുട്ടികളിലെ ഇന്ന് പ്രമേഹ രോഗം വളരെ കോമൺ ആണ്. കാരണം ഇന്ന് നമ്മൾ കുട്ടികൾക്ക് അധികം കൊടുക്കുന്നത് സ്ഥിരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബേക്കറി ഐറ്റംസ്, മൈദ, എണ്ണ പലഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ കേക്ക് പോലെയുള്ള പേസ്ട്രികളൊക്കെ. ഇവയൊക്കെ സ്ഥിരമായിട്ട് ഇന്ന് കുട്ടികൾ കഴിച്ചു വരുന്നുണ്ട്. അപ്പം അത്തരം കുട്ടികളിലൊക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് വെയിറ്റ് വെക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ ആ ഒരു വെയിറ്റ് വെക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും, കലോറീസിൻ്റെ അളവ് കൂടും, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു സ്റ്റേജ് വരും. അതായത് അവരുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ആവശ്യത്തിന് പ്രവർത്തിക്കാത്തൊരവസ്ഥ വരും. അതുവഴി കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ പ്രമേഹ രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാധാരണ നമ്മൾ ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടികളിൽ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം, അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി കൊണ്ടുള്ള ഒരു പ്രമേഹ രോഗവും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ ഭക്ഷണ രീതികൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചെടുക്കണം. അവരുടെ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി, അവർ കളിക്കുന്ന ഗെയിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതൊന്നും കൂടെ നല്ല രീതിയിൽ മസിൽസൊക്കെ അനങ്ങുന്ന രീതിക്ക് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം കുട്ടികൾക്ക് ഈ ഒരു രോഗത്തിൽ നിന്നൊരു മുക്തി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. കാരണം ഇത്തരം കുട്ടികളൊക്കെ ഇന്ന് ക്ലിനിക്കിൽ വരുമ്പോൾ അവർക്ക് പലപ്പോഴും ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. കാരണം പലപ്പോഴും അവർ ഒന്നും കൂടെ കുറച്ച് തടി വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴുത്ത് നോക്കുമ്പോൾ കറുത്തിരിക്കുന്നുണ്ടാവും, അതുപോലെ അവർ കക്ഷ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് കറുത്തിരിക്കും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ വയറ് ചാടിയിട്ടുള്ള കുട്ടികളും ഇന്ന് വളരെ കോമൺ ആയിട്ട് OPയിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം കുട്ടികളിൽ നമ്മളെ കുട്ടികളെ പെടുത്താതിരിക്കാൻ ഇത്തരം ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ അവർക്ക് ഈ ഒരു പ്രമേഹ രോഗം വരാതിരിക്കുള്ളൂ. പ്രമേഹം എന്ന് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും ഇത്തരം കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും പ്രമേഹ രോഗം വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും വന്നവർക്കാണെങ്കിൽ അത് മരുന്നുകളില്ലാതെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളുമാണ് ഇന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾ, പ്രത്യേകിച്ച് പ്രമേഹ രോഗം ബാധിച്ച അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന് സാധ്യതയുള്ള കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരുന്നത് അവർക്ക് വിശപ്പ് അധികമായിട്ട് കാണാറുണ്ട്. പലപ്പോഴും എത്ര കഴിച്ചാലും വിശപ്പ് മതിയാവുന്നില്ല, ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും വയറ് നിറയെ കഴിക്കുന്നുണ്ട്. അതുപോലെ ദാഹം വളരെ കൂടുതലായിരിക്കും, ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നുണ്ടാവും, ക്ഷീണം പെട്ടെന്ന് വരുന്നുണ്ടാവും, ചിലപ്പോൾ ഇടയിലൊക്കെ ക്ഷീണം വന്ന് തളർന്ന് കിടന്നുറങ്ങും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഒരുപാട് കുട്ടികളിൽ ഇന്ന് കണ്ടുവരുന്നത്. അപ്പം അത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണുക. അവർക്ക് ആവശ്യമായ ടെസ്റ്റുകൾ, പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഷുഗർ രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിലും കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്.
ഇനി മുതിർന്നവരിൽ ഇന്ന് അധികം കാണപ്പെടുന്ന ഒരു പ്രമേഹ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹ രോഗം. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണം, ഇന്നത്തെ ഒരു സെഡൻഡറി ആയിട്ടുള്ള നമ്മുടെ ജീവിത രീതി കാരണം ഒരുപാട് ഇരുന്നുള്ള ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണ് അധികവും. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസുകളൊക്കെ ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രമേഹ രോഗം മുതിർന്നവരിലും ടൈപ്പ് 2 പ്രമേഹ രോഗം ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം ആളുകൾ നമ്മൾ പലപ്പോഴും പ്രമേഹ രോഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ എല്ലാ ഭക്ഷണവും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് കുറേ എടുക്കേണ്ടി വരും, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സ്ഥിരമായിട്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല ഈ പ്രമേഹ രോഗത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ്. കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, മരുന്നുകളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ പറ്റും, കൃത്യമായിട്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയും. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, 2 പില്ലേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡയറ്റ്, നമ്മുടെ ഭക്ഷണ കാര്യങ്ങളും, 2 എക്സസൈസ്. 2 കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ പക്ക ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് നമ്മൾ ചിക്കൻ കഴിക്കുന്നുണ്ടാവും, മീൻ കഴിക്കുന്നുണ്ടാവും, ചോറ് കഴിക്കുന്നുണ്ട്, എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രമേഹ രോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ആയിക്കോട്ടെ, അന്നജമായിക്കോട്ടെ, അതുപോലത്തെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ത് ആയിക്കോട്ടെ, അതൊക്കെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പ്രമേഹ രോഗം വരാതിരിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് പോർഷൻ കൺട്രോൾ ചെയ്യുക. അതായത് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധികം കഴിക്കുക. ഇന്ത്യൻ ഡയറ്റ് നമ്മൾ അധികം കാണുന്നത് ചോറ് ഒരുപാട് ഉണ്ടാവും, പിന്നെ പച്ചക്കറികൾ വളരെ കുറവായിരിക്കും. അത് പൂർണ്ണമായിട്ട് മാറ്റുക. നമ്മൾ കഴിക്കുന്ന ചോറ് 4-1 മാറ്റുക. നമ്മൾ ഏതാണോ കഴിക്കുന്നത്, ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അത് 4-1 മാത്രം പോർഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ ചോറിൽ തന്നെ ഒരു ബ്രൗൺ റൈസ്, തവിട് കളയാത്ത അരിയാണ് ഏറ്റവും നല്ലത്. അതിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബറൊക്കെ ഒരുപാടുണ്ട്. ഏറ്റവും നല്ല റൈസാണ് ബ്രൗൺ റൈസ്, അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൻ്റെ അരഭാഗം, അതായത് 50%, അതായത് അരഭാഗം നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്കറികൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സാലഡുകൾ ഉൾപ്പെടുത്താം. 50%, ഒരു പ്ലേറ്റിൻ്റെ 50% നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളാണ്. ഈ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികൾ, പ്രത്യേകിച്ച് ക്യാരറ്റ്, ബീട്രൂട്ട് പോലെയുള്ള, റാഡിഷ് പോലെയുള്ള പച്ചക്കറികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് അധികമായിരിക്കും. ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഈ ഒരു ഹാഫ് പോർഷനിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള 25% ഉണ്ടാവും. ആ 25% നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ട് 50% വെജിറ്റബിൾസ്, 25% നമ്മുടെ പ്രോട്ടീൻസ്, ബാക്കി 25% നമ്മൾ കഴിക്കുന്ന ചോറോ ചപ്പാത്തിയോ, ആ രീതിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രമേഹ രോഗം വരാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിൽ നമ്മൾ കൂടുതലായിട്ട് ഫൈബർ ഉണ്ട്. ഫൈബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാരുകളാണ്. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, ഈ ഫൈബർ ഒരു അരിപ്പയായിട്ടാണ് വർക്ക് ചെയ്യുക ശരീരത്തിൽ. ഈ അരിപ്പ എന്ത് ചെയ്യും, ഒരുപാട് ഗ്ലൂക്കോസ് അധികമായിട്ട് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ ട്രാപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതിരിക്കാൻ ഈ ഒരു ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷുഗർ ലെവല് നമ്മളൊരു ഭക്ഷണം കഴിച്ച് നോക്കുന്ന സമയത്ത് PPBS നോക്കാറുണ്ട് പല ആളുകളും. അത്തരം ആളുകൾക്ക്, ഈ ഫൈബർ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് PPBS ഒക്കെ വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ലെവലിൽ കൊണ്ടുവരാൻ കഴിയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം ഒരുപാട് കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഭക്ഷണം നമ്മൾ പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനിമൽ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട്. വെജിറ്റേറിയൻസ് കഴിക്കുന്ന പ്രോട്ടീൻസ് ആണ് നമ്മൾ പയറ്, കടല വർഗ്ഗങ്ങളൊക്കെ, അതൊക്കെ ധാരാളം കഴിക്കാം. അതുപോലെ തന്നെ കൂണുകൾ കഴിക്കാം, അതൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൽ പുറമേ നമ്മൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ കഴിക്കാം, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മീനുകൾ കഴിക്കാം, അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസ്, അതായത് ഇറച്ചി വർഗ്ഗങ്ങൾ കഴിക്കാം.
അതിൽ റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ബാക്കി ചിക്കന്, മീന്, മുട്ടയൊക്കെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. പ്രോട്ടീൻസ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? കാരണം സാധാരണ നമുക്കറിയാം, നമ്മൾ പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലുണ്ടാവുക ജിമ്മ് പോകുന്നവർക്കൊക്കെയാണ് പ്രോട്ടീൻ ആവശ്യമുള്ളൂ, ജിമ്മ് പോയി മസിൽ ബിൽഡ് ചെയ്യാനൊക്കെയാണ് പ്രോട്ടീൻ ആവശ്യമുള്ളൂ എന്നാണ് പലരുടെയും ഒരു തെറ്റിദ്ധാരണ. പക്ഷേ പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും ഒരു മിനിമം എമൗണ്ടിൽ ശരീരത്തിലേക്ക് ആവശ്യമാണ്. ആ പ്രോട്ടീൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും അതുവഴി ഇൻസുലിൻ്റെ പ്രവർത്തനം ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക, ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കി ഒരു 25% നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണമോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ധാന്യങ്ങളോ ഉപയോഗിക്കാം. പക്ഷെ ചപ്പാത്തിയും ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോളിഷ് ചെയ്തിട്ടുള്ള ധാന്യങ്ങൾ, ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ്, മില്ലറ്റ്സുകൾ, ധാന്യങ്ങളൊക്കെയാണ് നമുക്ക് അധികം ഇന്ന് കടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പോളിഷ് ചെയ്യാത്ത, തവിട് കളയാത്ത ധാന്യങ്ങളാണ് ഉപയോഗിച്ചാലേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. പോളിഷ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മൈദ അല്ലെങ്കിൽ ചപ്പാത്തിയും ഗോതമ്പ് പൊടി, ആട്ടപ്പൊടിയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പോളിഷ് ചെയ്യാത്ത ധാന്യങ്ങൾ ഉപയോഗിക്കാനും കൂടെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഫ്രൂട്ട്സിൻ്റെ കാര്യം പല ആളുകളും ചോദിക്കാറുണ്ട്. ഫ്രൂട്ട്സ് നമുക്കറിയാം, നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള, അതായത് ഷുഗറിൻ്റെ അളവ് കുറവുള്ള ഫ്രൂട്ട്സുകൾ ധൈര്യമായിട്ട് ഒന്നോ രണ്ടെണ്ണോ ഡെയിലി കഴിക്കാം. അതിൽ പെട്ടവയാണ് ആപ്പിള്, പേരക്ക, അതുപോലെ തണ്ണിമത്തന്, ഓറഞ്ച്, ഇവയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇത്തരം ആളുകൾക്ക്, പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഡെയിലി ഒന്ന് കഴിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല. പക്ഷേ ഡെയിലി നമുക്കറിയാം, ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക് ഡെയിലി 5-6 ഫ്രൂട്ട്സ് കഴിക്കുന്ന ആ സമയത്ത് ഷുഗർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് 1-2 ഫ്രൂട്ട്സിലേക്ക് അത് ലിമിറ്റ് ചെയ്യുക. ആ രീതിയിൽ പോർഷൻ കൺട്രോൾ ചെയ്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാതിരിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഓട്സ്. ഓട്സിൻ്റെ കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ട്. കാരണം ഇന്ന് അധികം മാർക്കറ്റിൽ കിട്ടുന്നത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ഓട്സ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, ഗ്ലൂക്കോസ് കൂടും. ആ രീതിക്കുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സുകൾ ഒഴിവാക്കുക. ഏറ്റവും നല്ലത് ട്രഡീഷണൽ ആയിട്ടുള്ള സാവധാനം കുക്ക് ചെയ്യാൻ പറ്റുന്ന, സാവധാനം ഡൈജസ്റ്റ് ചെയ്യുന്ന ഓട്സ് ആണ് ഏറ്റവും നല്ലത്. അതിൽ തവിട് കളയാത്ത പോർഷനും കൂടെ അതിലുണ്ടാവും. അത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതേ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് സ്റ്റീൽ കട്ട് ഓട്സ്. സ്റ്റീൽ കട്ട് ഓട്സും നമുക്ക് ഫൈബർ കണ്ടന്റ് അധികമുള്ള, ഗ്ലൂക്കോസിനെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസിൽ പെട്ടാണ് സ്റ്റീൽ കട്ട് ഓട്സ്. അപ്പോൾ ഓട്സിൽ നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഓട്സ് ഉപയോഗിക്കാം. പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സുകൾ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വെയിറ്റ് കുറയാനോ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആവാനോ പോകുന്നില്ല. അതാണ് ഓട്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഓയിൽ ഏത് ഉപയോഗിക്കണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. ഏത് ഓയിലാണെങ്കിലും അളവ് കുറച്ച് ഉപയോഗിക്കുക, അളവ് ക്വാണ്ടിറ്റി കുറച്ച് പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആണ്, അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ omega-6 അടങ്ങിയിട്ടുള്ള ഓയിലുകൾ, വെജിറ്റബിൾ ഓയിൽസ്, പ്രത്യേകിച്ച് സോയാ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ പോലെയുള്ള ഓയിലുകൾ പരമാവധി ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതിൽ കലോറീസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണ കാര്യങ്ങളാണ് ഒരാൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഷുഗർ ഉള്ള ആളുകളാണ്, നിങ്ങൾ എന്നും കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് ഈ രീതിക്ക് കഴിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ആണ്. കാരണം നമ്മുടെ മസിൽസ് ഒന്ന് നല്ലപോലെ ആക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഗ്ലൂക്കോസ് കത്തി അമരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് നടത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വിമ്മിങ് ആയിക്കോട്ടെ, സൈക്ലിംഗ് ആയിക്കോട്ടെ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എക്സസൈസുകൾ അത് ഡെയിലി റെഗുലറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം ചെയ്തു, പിറ്റേ ദിവസം ചെയ്യുന്നില്ല, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ, ആ രീതിക്ക് ചെയ്യാതിരിക്കുക. റെഗുലറായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യുക. അത് നടത്തം ഒരു അരമണിക്കൂർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എക്സസൈസുകൾ ഒരു അരമണിക്കൂർ ഡെയിലി ചെയ്യുക. ആ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എൻഡോർഫിൻസ്, അതായത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, സന്തോഷം തരുന്ന ഒരുപാട് ഹോർമോൺസ് ശരീരത്തിൽ ഉണ്ടാവും. നമുക്ക് ആ ദിവസം മുഴുവൻ എനർജി തരുന്ന ഒരുപാട് ഹോർമോൺസ് ഈ ഒരു എക്സസൈസിലൂടെ കിട്ടുന്നുണ്ട്. അത് ശരീരം ഒന്നും കൂടെ എനർജറ്റിക് ആക്കാനും ഒരു ദിവസത്തെ ആക്ടിവിറ്റീസൊക്കെ എനർജിയോട് കൂടെ ചെയ്യാനും ഇത്തരം ഷുഗർ രോഗികളെ സഹായിക്കുന്നുണ്ട്.
അതുകൊണ്ട് എക്സസൈസ് വളരെയധികം നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് ഷുഗർ രോഗികൾക്ക്. ഡയറ്റിനെ പോലെ തന്നെ, അതായത് ഭക്ഷണത്തിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എക്സസൈസ്. ഈ 2 കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ മരുന്നുകൾ നിർത്താൻ കഴിയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും. അതോടൊപ്പം ചില കേസുകളിൽ നിങ്ങൾക്ക് ഷുഗർ തീരെ കൺട്രോൾ ആവുന്നില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കേസുകളിലാണ് മരുന്നുകൾ എടുക്കേണ്ടി വരിക. മരുന്നുകൾ എടുക്കേണ്ട കേസുകളിൽ ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായ രീതിയിൽ ഡോസേജ് നിർണ്ണയിച്ച് മരുന്നുകൾ എടുക്കാം. ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് രോഗിയുടെ രോഗകാരണങ്ങൾ കണ്ടെത്തും, കൃത്യമായിട്ട് അവരുടെ രോഗലക്ഷണങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ജർമ്മൻ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തു വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ രോഗനിർണയവും നടത്തി വരുന്നത്. അപ്പോൾ ഇത്തരം രോഗികൾക്ക് ഒരുപാട് നല്ല ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകൾ അവൈലബിൾ ആണ്. ഇത്തരം രോഗികൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മൾ ഓൺലൈൻ വഴി, ഫോൺ വഴി കൺസൾട്ടേഷൻ കൊടുത്ത് കൃത്യമായിട്ട് അവർക്കുള്ള ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതോടൊപ്പം ആവശ്യമായിട്ടുള്ള കേസുകളിൽ മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനവും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷനോ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കോ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇനി നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെട്ട് മരുന്നുകൾ എടുക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷനും ആവശ്യപ്പെടാം. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.